പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയിൽ ഹൈവിഷൻ്റെ നാട്ടകമെന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുഖത്ത് പ്രധാനമായുള്ള ഇന്ദ്രിയങ്ങളാണ് കണ്ണ്, മൂക്ക്, ചെവി. ഇപ്പോൾ അതിൻ്റെ കൂടെ നാക്കും ത്വക്കും വന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. ഇതിൽ ഈ കണ്ണും മൂക്കും നമ്മുടെ ഈ വായൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കൊണ്ട് നടക്കും, എപ്പോഴും കഴുകും. പക്ഷേ ഈ തലയുടെ വശങ്ങളിലായതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ചെവിയെ നമ്മൾ അത്രക്കങ്ങ് ശ്രദ്ധിക്കാറില്ല എന്നാണ് തോന്നുന്നത്. ചെവിയെ നമ്മൾ അശ്രദ്ധമായി കരുതുമ്പോൾ, ചെവിയെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ എന്തൊക്കെ ആണ് സംഭവിക്കുന്നത്, ചെവിയെപ്പറ്റി എന്തൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്, ചെവിയെപ്പറ്റി നമ്മൾ അറിഞ്ഞു വെച്ച എന്തൊക്കെ കാര്യങ്ങൾ തെറ്റാണ്, ഇതൊക്കെയാണ് ഇന്ന് നാട്ടകത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പമുള്ളത് ആരോഗ്യവകുപ്പിൽ നിന്ന് ENT കൺസൾട്ടൻ്റായി റിട്ടയർ ചെയ്ത ഡോക്ടർ KC ഉദയഭാനുവാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കുറേ വർഷത്തെ ചികിത്സ അനുഭവം ഉണ്ടാവല്ലോ ENT ഇതിൽ. ചെവിയെ ആളുകൾ അത്രമാത്രം ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? കണ്ണും മൂക്കും ഒക്കെ കൊണ്ട് നടക്കുന്നത് പോലെ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ചെവിയെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ആ ശ്രദ്ധയിൽ ഒരു ശ്രദ്ധക്കുറവുണ്ട് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും പല അപകടങ്ങളും ചെവിയെ സംബന്ധിച്ചിട്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്തിട്ട് ആണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് നല്ലൊരു കാര്യം തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വീട്ടിൽ ഇതിനിടയിൽ സംഭവിച്ചതാണ്. ഒരു ചെറിയ കുട്ടി, ഒരു 1.5 വയസ്സുള്ള കുട്ടി നല്ല മൂർച്ചയുള്ളൊരു പെൻസിലെടുത്തിട്ട് അവൻ്റെ വീട്ടിലുള്ള വലിയ ഒരാൾ വെറുതെ കിടന്നുറങ്ങുന്ന സമയത്ത് ചെവിയിൽ കൊണ്ടുപോയി കുത്തി. പാടയടക്കം വലിയ ദ്വാരം വന്നിട്ടാണ് അവൻ വന്നത്. അപ്പോൾ അത് അശ്രദ്ധയാണത്. ശ്രദ്ധയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. പഞ്ചേന്ദ്രിയങ്ങളിലെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒറ്റക്കൊറ്റക്കല്ല, എല്ലാം പരസ്പര പൂരകങ്ങളാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണില്ലാത്ത ഒരാൾക്ക് ചെവിയാണ് അതിന് പകരമായിട്ട് കൂടുതലായിട്ട് സഹായിക്കുന്നത്. ഇപ്പോൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ണില്ലാത്തവരെ അത് എത്രമാത്രം ശബ്ദം തിരിച്ചറിഞ്ഞിട്ട്. അതെ അതെ, ശബ്ദം തിരിച്ചറിഞ്ഞിട്ടും പിന്നെ പുറകിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് എത്ര ദൂരത്തു നിന്നുള്ളതാണ്, ഏത് സൈഡിൽ നിന്നാണ്, പല പല ആയോധന കലകളിലും ഇതിനൊക്കെയുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെവിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ചെവിയുടേത് എന്ന് ഞങ്ങൾ പറയുന്നത് കേൾവി മാത്രമല്ല. ചെവി ഒരു കേൾവിക്കുള്ള ഒരു അവയവവും അതേപോലെ തന്നെ നമ്മളെ ശരീരത്തെ ബാലൻസ് ക്രമീകരിക്കാനുള്ള ഒരു അവയവവും കൂടി അടങ്ങിയതാണ് ചെവി. അതുകൊണ്ട് തന്നെ ചെവി എന്ന് പറയുമ്പോൾ കേൾവി മാത്രമാണ് എല്ലാവരുടെ മനസ്സിലും വരുന്നത്. അതെ, കേൾവി മാത്രമാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് തലകറക്കം അത് ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും ബാലൻസിന്റെ കുറവാണ് അല്ലേ എന്ന് പറയും. പക്ഷെ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ബാലൻസ് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്താണെന്ന് അറിയാതെ അവർ വരുന്നതാണ്. ഈ ഇയർ ബാലൻസ് ഇപ്പം പലർക്കും ഉണ്ടാകുന്നുണ്ടല്ലോ, അതെങ്ങനെയാണോ അത് വരുന്നത്, എന്താണത്? അതെ, അത് പറയുന്നതിന് മുമ്പേ ഒരു ചെവിയുടെ ഘടന ഞാൻ അത് പറയാം. ഇപ്പൊ ചെവിയുടെ ഘടന എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് പുറത്ത് കാണുന്ന ഇതാണ് സാധാരണ ചെവി, അല്ലെ ചെവിയുടെ കുട എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ചെവിയായിട്ട് നമ്മൾ കാണുന്നത്. കണ്ണോ മൂക്കോ ഒന്നും വാരി തന്നെ അതിന്റെ ബാക്കി ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും ആർക്കും പുറത്ത് കാണാൻ പറ്റില്ല. ചെവി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അതെ, ചെവി എന്ന് പറയുന്നത് ഇത് അതിൻ്റെ ഒരു പുറത്തുള്ള ഒരു റെപ്രസെൻ്റ് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. കാരണം ശബ്ദങ്ങളെ ചെവിയുടെ ദ്വാര അതിൻ്റെ ഉള്ളിലേക്ക് ക്രമീകരിക്കുന്നത് ഈ ചെവിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു സംശയം, ഇതിങ്ങനെ പുറമെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണുന്നില്ലേ, ഇത് ഈ പോർഷൻ ഇല്ലെങ്കിലും അത് ശബ്ദം അങ്ങനെ കൃത്യമായിട്ടുള്ള അല്ല, അത് നമുക്ക് ഈ അതിൻ്റെ എല്ലാ ഇതിലും ശബ്ദം കൃത്യമായിട്ട് അതിന് ഉള്ളിലേക്ക് ആവാഹിക്കുക. അതിനാണ് ചെവിയുടെ ഷേപ്പ് തന്നെ അങ്ങനെയുള്ളത്. അത് നിർബന്ധമാണല്ലേ? അതെ, അതില്ലാഞ്ഞാൽ സൗണ്ട് കിട്ടും, പക്ഷേ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ടാകും. അപ്പോൾ ചെവിയെ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിരിക്കുന്നുണ്ട്.
ഒന്ന് ബാഹ്യകർണം, അതായത് എക്സ്റ്റേണൽ ഇയർ, പിന്നെ മിഡിൽ ഇയർ, അതുപോലെ തന്നെ ഇന്റേണൽ ഇയർ, 3 ഭാഗം. അപ്പോൾ എക്സ്റ്റേണൽ ഇയറിൽ പെട്ടതാണ് ഈ ചെവിയുടെ കുടയും അതിൻ്റെ ഉള്ളിലേക്കുള്ള ആ ദ്വാരവും. അത് കഴിഞ്ഞ് മിഡിൽ ഇയർ ഉണ്ട്. മിഡിൽ ഇയറിൻ്റെ ഒരു ഭാഗത്താണ് ഈ നമ്മളെ കർണപടലം, കർണപുടം എന്നൊക്കെ പറയാം. പല ടൈമിൽ കർണപുടം, പുടലം എന്നൊക്കെ പറയും. കർണപുടം ഇപ്പം വാർത്തകളും പറഞ്ഞു കേൾക്കുന്ന അത് പറയാം, അതിന്റെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് ആണ് അതിൻ്റെ എൻഡ്, എക്സ്റ്റേണൽ ഇയറിൻ്റെ, അല്ലെങ്കിൽ പുറമേ കാണുന്നത്. മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഒരു വായു അറയാണ്. അതിൻ്റെ അകത്തുനിന്ന് ഈ പുറത്തുള്ള ശബ്ദത്തെ ഈ ടിംബാനിക് മെമ്പറൈൻ അല്ലെങ്കിൽ കർണപുടത്തിൽ തട്ടി അതിനെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള 3 അസ്ഥികൾ, ഏറ്റവും ചെറിയ അസ്ഥികളുണ്ട്. അതാണ് അത് ഈ ശബ്ദത്തെ ഉള്ളിലെ ചെവിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് മാലിയസ്, ഇൻകസ്, ടേപ്പിസ് എന്ന് പറഞ്ഞ വളരെ ഏറ്റവും ചെറിയ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ 3 അസ്ഥികളാണ്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് ഇന്റേണൽ ഇയർ. ഒരു പറഞ്ഞു വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്റേണൽ ഇയർ ആണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളെ മാസ്റ്റേർഡ് ബോൺ, ഏറ്റവും ബലം കൂടിയ എല്ലാണ് മാസ്റ്റേർഡ് ബോൺ. അതിൻ്റെ ഉള്ളിലാണ് ഇത് സേഫായി വെച്ചിരിക്കുന്നത്. ഒരു തരത്തിലും അപകടം പറ്റാതിരിക്കാൻ അങ്ങനെ പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ സാക്യൂള്, സെമി സർക്കുലർ കനാല്, കോക്ലിയ, ഇത്രയും ഭാഗങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ബാലൻസിനെ സംബന്ധിച്ചിട്ടും പിന്നെ കേൾവിയെ സംബന്ധിച്ചിട്ടുമുള്ള അതിൻ്റെ ഈ ചെവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അവിടെ വെച്ചിട്ടാണ് ശബ്ദത്തെ സ്വീകരിച്ചിട്ട് ഇതിനെ ബ്രെയിനിലേക്ക് പോകുന്ന ഞരമ്പുകളുള്ളത്. അപ്പോൾ ഇത് 3 ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈ ഉള്ളിലെ ഇതിൽ നിന്നാണ് ഡയറക്റ്റ് ബ്രെയിനുമായിട്ടുള്ള ബന്ധം വരുന്നത് അല്ലേ? അതെ, നെർവിന്റെ കൂടി ബ്രെയിനിലേക്ക് കണക്ട്. നമുക്ക് ഈ പെട്ടെന്ന് ഈ പുറമേ നിന്ന് ചെറിയ എന്തെങ്കിലും ഒരു ആഘാതം വന്നാൽ ഈ ഉള്ളിലേക്ക് അത്ര പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയില്ല അല്ലേ? ചെറിയ ആഘാതങ്ങളൊക്കെ ആണെങ്കിൽ, കാരണം അത്രയും ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണെങ്കിൽ. ആഘാതം എന്ന് പറഞ്ഞാൽ വീഴ്ചയിലാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ചെവിക്ക് നമ്മൾക്കിപ്പം ഒരു വീഴ്ചയിൽ ചെവി അടിച്ചു വിടുക, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശക്തമായിട്ട് ഇതിൽ അടിച്ചു കഴിഞ്ഞാലൊക്കെ ഉള്ളിൽ അങ്ങ് ബാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ശക്തമായി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ കർണപടലം അവിടെ എക്സ്റ്റേണൽ ഇയറിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശക്തമായി അടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കൈ ഇങ്ങനെ അമർത്തി അടിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ ഉള്ളിലേക്ക് ചെന്നിട്ടാണ് ഈ കർണപടലം പൊട്ടും, റപ്ചർ എന്ന് പറയും, പൊട്ടി ദ്വാരം ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് കേൾവി പെട്ടെന്ന് ബാധിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ പറയുന്ന പോലെ കിളി പോയി എന്നൊക്കെ പറയുന്നത് പെട്ടെന്നുള്ള ആ ഒരു ഫീലിംഗ്, പെട്ടെന്ന് അവർക്ക് എന്തോ ഒരു ചേഞ്ചസ് അനുഭവപ്പെടും, പെട്ടെന്നുള്ള അടി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവർ ഹിസ്റ്ററി എടുക്കുമ്പം തന്നെ അങ്ങനെ പറയുമ്പം തന്നെ മനസ്സിലാക്കാം ഇതിനെന്തോ പെട്ടെന്ന് സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള ഒരു പ്രത്യേക സൗണ്ട്, അതാണോ കിളി പോയി എന്ന് പറയുന്നത്, ഒരു പ്രത്യേക സൗണ്ടിൽ എവിടെയാണ് അങ്ങനെ പറയുന്നത്. അത് പലപ്പോഴും പേഷ്യൻസ് വരാറുണ്ട്. ഉദാഹരണത്തിന് കൈ കൊണ്ടുള്ള അടി, അത് 2 ആൾ കൂടി അടി കൂടുമ്പോൾ പിടിച്ചു വെക്കാൻ പോയതായിരിക്കാം, അല്ലെങ്കിൽ വേണമെന്ന് വിചാരിച്ചിട്ടുള്ള അടിയായിരിക്കാം. അത് ഒന്ന്. പിന്നെ ശക്തമായെല്ലാം ഈ വെടിയൊക്കെ പൊട്ടൂല്ലേ, ബ്ലാസ്റ്റ്, അപ്പൊ അതിൻ്റെ അടുത്ത് പെട്ട് നമ്മളെ കയ്യിൽ നിന്നൊക്കെ പൊട്ടിപ്പോവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ ചോദിക്കാനില്ല, ഞാൻ പിന്നെ ചോദിക്കാന്ന് വിചാരിച്ചാണ്, ഈ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ ഒരു അളവുണ്ട്. അപ്പൊ അത് വളരെ വലിയ ശബ്ദമാകുമ്പോഴും ഇത് ഇങ്ങനെ പൊട്ടുമോ ഇതേപോലെ ഈ പ്രഷർ? അതെ, അത് സഡൻ വോയിസ് ആണ്, പെട്ടെന്നുള്ള വോയിസ്. ഇത് കൂടുന്ന സമയത്ത് അതിനെ താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതിൻ്റെ ഈ ശബ്ദത്തിൻ്റെ തോത് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഡെസിബെല്ലിലാണ് അളക്കാറുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്വകാര്യ സംഭാഷണത്തിലൊക്കെ 30 ഡെസിബെല്ലാണ് വരുന്നത്. സ്വകാര്യ സംഭാഷണത്തിൽ ഇങ്ങനെ ഒരു വിസ്പറിംഗ് എന്ന് പറയും. സാധാരണ സംഭാഷണങ്ങളിലൊക്കെ വരുന്നത് 60 60 വരുന്നത്. ഷൗട്ട് ചെയ്യുന്നത് ഒരു 90 വെക്കാം. 90 എന്ന് പറയുന്നത് 90 വെച്ചപ്പോൾ ഷൗട്ടിങ് ആയി. അതുകൂടാതെ നമുക്ക് ഒരു സഹിക്കാൻ പറ്റാത്ത സൗണ്ട് ഒരു 120
ഡെസിബെൽ എത്തുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതെ അസഹ്യമായ എന്ന് പറയും. അങ്ങനെയുള്ളത് വരും. അതാണ് ഈ അതിൻ്റെ ഇതാക്കുന്നത്. അത് അസഹ്യമായതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് സൗണ്ട് ബോക്സിൻ്റെ ഇടയിലൊക്കെ പോയിരുന്നാൽ അത് അസഹ്യമായതാണ്. ഇപ്പൊ ഈ അധികം വലിയ വാട്സിലുള്ള അതെ 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 അതാണല്ലോ അതിങ്ങനെ അത് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ ബാധിക്കുന്നു. അപ്പൊ നമ്മളെ കേൾവിനെ ഇപ്പൊ അങ്ങനെയുള്ള റിഗിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഫുൾ ടൈം ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പൊ അതിനെ ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത് വെച്ചാൽ 120 അല്ലെങ്കിൽ 140 അധികം ആവാൻ പാടില്ല. പക്ഷെ അതിൽ കൂടുതലുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനവർ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ട് ഇയർ പ്ലഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യണം. പക്ഷെ പല ആളും അത് ചെയ്യാം. ഈ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ റെഡ്, ഓറഞ്ച്, പിന്നെ റെഡ് ഒക്കെ നമ്മൾ വോളിയം കൂട്ടുമ്പോൾ വരുന്നത് ഈ ഒരു അവിടെ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കർണപുടം പൊട്ടിയാല് അത് പിന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണോ? അതെ, ഇത് ഞാൻ ഇതിന്റെ കുറച്ചും കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ സൗണ്ടിൻ്റെ. അപ്പോൾ അത് 120 അത് സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ഫാക്ടറി നിയമങ്ങളുണ്ട് ഈ സൗണ്ടിൻ്റെ സംബന്ധിച്ച്, ഗവൺമെൻറ് ഇറക്കിയ ഇതുണ്ട്. അപ്പോൾ അതിൽ 120 കൂടുതൽ 120 മുതൽ 140 അല്ലെങ്കിൽ 160 വരെയുള്ള ഡെസിബലിലെ സൗണ്ട് ഒരു 8 മണിക്കൂർ ഒരാഴ്ചക്ക് 5 ദിവസം ആവാം മാക്സിമം. അതിലധികം ആവാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. ബാധിക്കും. അപ്പം അതിലധികം ഉണ്ടെങ്കിൽ അത് നമ്മളെ ചെവിയുടെ ഞരവുകളെ കേൾവി നശിപ്പിച്ച് കളയും. അങ്ങനെ വർക്ക് ചെയ്തിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്തിട്ട് സൗണ്ട് പോയിട്ടൊക്കെ വരുന്നവർ ധാരാളം ഉണ്ട്. കേൾക്കാൻ പറ്റും. സൗണ്ട് അത് പോകും. പിന്നെ അത് തിരിച്ചു കിട്ടാൻ വിഷമമായിരിക്കും. പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ, കർണവെള്ളം അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അടിച്ചാൽ പറ്റും, അതിൻ്റെ പ്രഷർ കൊണ്ട് പറ്റും. പിന്നീട് സൗണ്ട് കൂടുതലുള്ള സൗണ്ട് ഉണ്ടായാൽ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് പെട്ടെന്ന് ഡൈവ് ചെയ്യാം. വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ മർദ്ദം കൊണ്ട് അടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവാം. പിന്നീട് ആക്സിഡൻറ്റിൽ പറ്റാം. പിന്നീട് ഇങ്ങനെ എന്തെങ്കിലും ചെവിയിലിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്വന്തമായി ചെവി ഇട്ടിട്ട് പാട പൊട്ടിച്ചിട്ട് വരുന്നവർ കാണാറുണ്ട്. പിന്നെ ആക്സിഡൻ്റലായിട്ട് കുട്ടികൾ. അപ്പോൾ കുട്ടികളെങ്ങനെ അത് ചെവിയിൽ ഇത് ഇടാൻ അവർക്ക് മനസ്സ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ വലിയവരെ തന്നെ അതിന് കാരണം. കാരണം നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും ഇയർ ബഡ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. എല്ലാവരും ദിവസം ഇത് ഇട്ട് ചെവിയിലിട്ട് തിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഓബ്ജക്റ്റ് കാണുമ്പോൾ എടുത്ത് ചെവിയിലിടാനുള്ള ഒരു ടെൻഡൻസി. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ മൂക്കിൽ കുത്താറില്ല, കണ്ണിൽ കുത്താറില്ല, പക്ഷെ വളരെ ലാഘവത്തോടെ എടുത്തിട്ട് ചെവിയിൽ കുത്തും. അപ്പൊ അത് അല്ല, അതിനു വേണ്ടി തന്നെ ടൂള് വാങ്ങിക്കാൻ തന്നെ കിട്ടുമല്ലോ ചെവിയില്. അതെ, അത് നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ചുമരിൽ തൂക്കിയിട്ടുണ്ടാവും ചെപ്പി തോണ്ടി എന്ന് പറയുന്ന സാധനം. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം. ഈ ചെപ്പി എന്ന് പറയുന്നല്ലേ ചെവിക്കായം. അതെ അതെ, ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഇത്. കാരണം മെറ്റലാണ്, ഷാർപ്പാണ്, പിന്നെ സേഫ് അല്ല, അൺസ്റ്റെറൈലാണ്. അതിന്റെ ആ ബഡ്സ് അല്ലെങ്കിൽ ആ നമ്മൾ ഈ ചെപ്പിത്തോണ്ടി എന്ന് പറയുന്നതിന്റെ ആ നീളത്തിന്റെ അത്രയും എത്തുന്ന അതിൽ തന്നെ ആയിരിക്കും ഈ കർണപുടം എന്ന് പറയുന്നത് ഉണ്ടാവും. അല്ല കുറെ കൂടി അല്ല, അത് ഫുള്ള് മുഴുവനായിട്ട് ഇടാനുള്ള സൗകര്യം ഇല്ല. അപ്പോഴത്തേക്ക് തന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചെവിയുടെ ഈ ദ്വാരം ഇത് സ്ട്രെയിറ്റ് അല്ല, എസ് ഷേപ്പാണ്. നമ്മൾ ഒരിക്കലും ഇത് നമുക്ക് ചെവിയിൽ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നേരെ പോയി ടിമ്പാനിക് മെമ്പറൈനല്ല തട്ടുക, ഈ ഇയർ കനാലിന്റെ സൈഡിലേക്കാണ് തട്ടുക. അങ്ങനെയാണ് പലപ്പോഴും ഇഞ്ചുറി വരാറുള്ളത്. അപ്പൊ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ ചെയ്യാണ്, നേരിട്ടിട്ടല്ല ചെയ്യുന്നത്. ബ്ലൈൻഡായിട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മളെ ആ ഡയറക്ഷൻ പോയിട്ട് അത് ഇതിന്റെ കനാലിന്റെ വാളിലാണ് തട്ടുക. അപ്പൊ അവിടെയാണ് ഇഞ്ചുറി വരുന്നത്. അപ്പൊ ഈ നേരത്തെ ചോദിച്ചത് പറയാന്ന് വെച്ചാല് കർണപടം പൊട്ടുമ്പോൾ അതിന്റെ സൈസ്, അതിന്റെ ഗൗരവം അനുസരിച്ചിട്ട് അതിന്റെ സൈസ്. അപ്പൊ ചെറിയ പൊട്ടലൊക്കെ ആണെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് അത് തനിയെ തന്നെ കൂടും. അതിലധികം ഉള്ളതാണെങ്കിൽ അത് കൂടാതെ അങ്ങനെ ദ്വാരമായിട്ട് തന്നെ നിൽക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു വെള്ളമോ ഡ്രോപ്സോ, മരുന്നാണെന്ന് വെച്ചിട്ട് ഡ്രോപ്സോ ഒന്നും നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഡോക്ടറെ കാണോ? അതെ, കീപ് ദി ഇയർ ഡ്രൈ എന്നാണ് പറയാം. അത് കുറച്ച് ഡീപ്പ് അധികമാണെങ്കിൽ അത് പിന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന
പിന്നീട് അത് ഇത് തനിയെ ഉണങ്ങുന്നില്ലെങ്കിൽ അത് സാധാരണ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് അപ്പോൾ ഈ പാട വെച്ച് കേൾവി പഴയതുപോലെ തന്നെ വരുമോ, അല്ല അത് അതിൻ്റെ ഇതിനനുസരിച്ചിരിക്കും അല്ലേ? എത്ര അപ്പോൾ ഈ ഇതിൻ്റെ ആഘാതം ഈ പാടക്ക് മാത്രമാണോ, അതിൻ്റെ പ്രഷറിൻ്റെ ഇത് എഫക്റ്റ് ഉള്ളിലേക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഹിയറിംഗ് അസസ് ചെയ്തിട്ട് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മൾ ഈ കുത്തുന്നത് വളരെ മാരകമായ ഒരു രീതിയാണല്ലേ? അത് ഇത് കേട്ടാൽ എല്ലാവരും അത് നിർത്തുമെന്ന് വിചാരിക്കാം. ഈ ചെവിയിൽ കുത്തുന്നതുമായി ബന്ധപ്പെട്ടൊന്ന്, ഇതെല്ലാവരും കുത്തുന്നത് ഇവിടെ ഇങ്ങനെ ഈ ചൊറിച്ചൽ വരുന്നതുകൊണ്ടാണല്ലോ, നമ്മൾ ഈ പറയുന്ന ചെവിക്കായ ചെപ്പി ഉള്ളതുകൊണ്ട്. അത് ഒരു അനാവശ്യ വസ്തുവാണോ, അതവിടെ വേണ്ടേ? അത് കളയാനാണല്ലോ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതെ, അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ആൾക്കാർ വന്നിട്ട് ചെവിയിലിട്ടിട്ട് ചെപ്പി ധാരാളം എടുത്തു എന്ന് പറയും. പക്ഷെ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചെപ്പിയുടെ അംശം പോലും ഉണ്ടാവില്ല. ഇവർ എവിടുന്നാണ് ഇത് എടുത്തതെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും എന്താ വെച്ചാൽ ഇത് ഇട്ടിട്ട് സ്കിന്നടക്കം അവർ തോണ്ടിയെടുത്ത് കഴിയും. അത്ര ഡേഞ്ചറാണ് സാധനം അത്. അപ്പോൾ ചെവിക്കായം എന്ന് പറയുന്നത് വാക്സ് പലപ്പോഴും ഒരു അതിനെപ്പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കാത്ത ഒരു സംഗതിയാണ്. കാരണം വെച്ചാൽ നമ്മളെ ഈ അതിൻ്റെ ഉള്ളിലുള്ള ഒരു തരം മോഡിഫൈഡ് നമ്മളെ സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, വിയർപ്പ് ഗ്രന്ഥികൾ, അതിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു തരം സെറൂമിനസ് ഗ്ലാൻഡ് എന്ന് പറയും. അതിൻ്റെ ഒരു സെക്രീഷനാണ് ഈ വാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ചില ആൾക്ക് കൂടുതലായിട്ട് വേർക്കുന്നവരുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനും ചിലപ്പോൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ കാര്യമായിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഫോറിൻ ബോഡി, പുറത്തുനിന്നുള്ളവർ, ഇല്ലെങ്കിൽ പൊടിപടലങ്ങൾ, ഇതൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ കണ്ട് നമ്മുടെ സ്കിന്ന് പുറത്തേക്ക് കളയാം. അതെ ഞാൻ പറയാതെ സ്കിന്നിൻ്റെ, നമ്മുടെ സ്കിന്ന് ഇപ്പം സാധാരണയായിട്ട് സ്കിന്ന് പൊളിഞ്ഞു പോകും, മേലത്തെ പാളി പൊളിഞ്ഞു പോകും, നമ്മളറിയാതെ ആകും. വളരെ സ്ലോ ആയിട്ട് പുതിയ സ്കിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേ തന്നെ സ്കിൻ തന്നെയാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉള്ളിലുള്ള സ്കിന്ന് പൊളിഞ്ഞു പോകുന്നതും ഈ അധികമുള്ള വാക്സ്, പൊടിപടലങ്ങൾ എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ തന്നെ നമ്മളെ ജോ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ ജോ മൂവ്മെൻറ്റ്സ് കൊണ്ട് അത് തള്ളി അതിനെ പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു മെക്കാനിസം അതിനുണ്ട്. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഡെയിലി ബഡ്സ് എടുത്ത് ഇടുന്ന ഒരാൾ ഉപകാരത്തിന് കാണും കൂടുതൽ ഉപദ്രവമാണ് ചെയ്യുന്നത്. കാരണം വല്ലതും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ തള്ളി ഉള്ളിലാക്കുകയാണ് ദിവസവും. മറ്റേ അപകട സാധ്യത. അതെ, തള്ളി ഇതിനെ ഉള്ളിലാക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ അത് ബ്ലോക്കായി കേൾവി കുറയാനും ഇൻഫെക്ഷൻ വരാനും അതുപോലെ തന്നെ മറ്റുള്ള പഴുപ്പുണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ചെവി അടഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഒക്കെ വന്നാൽ അവർ ചിലപ്പോൾ ഇത് എടുത്ത് കളയുന്ന കാണാമല്ലോ, അതെന്തിനാണ് പിന്നെ? അല്ല, എടുത്ത് കളയുന്നത് ഇതുകൊണ്ടാണ്, അത് അക്യുമുലേറ്റ് ചെയ്ത് പുറത്ത് പോകാതെ നിൽക്കുന്നതുകൊണ്ടാണ്, അടിഞ്ഞു കൂടിയതുകൊണ്ടാണ്. അതുകൂടാതെ കൊണ്ട് ഇപ്പം തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാവില്ല, അതിൻ്റെ അംശവും ചിലപ്പോൾ ചെവിയിൽ വരാം. അപ്പോൾ ഈ വാക്സും ഡാൻഡ്രഫിൻ്റെ ഇതും പൊടിപടലങ്ങളും എല്ലാം കൂടി ഒരു കോൺക്രീറ്റ് പരുവത്തിലായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കും. അത് ചിലപ്പോൾ ഭയങ്കര നല്ല കോൺക്രീറ്റ് അത്ര ഉറച്ചു പോകും. അങ്ങനെയുള്ളത് നമ്മൾ മാനുവലായിട്ട് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അത് വേദന ഉണ്ടാകുന്നതാണോ, പെട്ടെന്ന് എടുത്തിങ്ങനെ കളയാൻ പറ്റുന്നതാണ്? അതെ, അതിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ അത് വേദന ഉണ്ടാവും. അപ്പോൾ നമ്മളതിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോപ്സുകൾ ഉപയോഗിക്കും. അതൊരു 4-5 ദിവസം ഡ്രോപ്സ് ഉറ്റിച്ചിട്ട് വരാൻ പറയും. ഉറ്റിച്ചിട്ട് അത് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് വേദന ഇല്ലാതെ കൊണ്ട് തന്നെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത് തനിയെ പോകാൻ സാധ്യത കുറവാണ്. ഈ ഉറച്ചത് എന്തായാലും എടുത്ത് അതെ, അധികം ഉള്ളത് നമ്മൾ എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കണം. പക്ഷേ എനിക്ക് ഇത് കാണുന്നവരോടുള്ള ഒരു പ്രധാന അഭ്യർത്ഥന, ദയവ് ചെയ്ത് ഡെയിലി ചെവി ക്ലീൻ ആക്കുന്നത് അത് നിർത്തുക. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ടിട്ട് അവരുടെ ഉപദേശം തേടി മാത്രം ചെവി ഇതെടുത്ത് കളയരുത്. അതെ, എടുത്ത് കളയാൻ ശ്രമിക്കരുത്. എടുത്ത് കളയാനല്ല, അത് നമ്മൾ കാണാതെ കണ്ട് നമ്മൾ ചെയ്യുന്നതാണ്, ബ്ലൈൻഡായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് പലപ്പോഴും ഉപകാരത്തിനേക്കാളും ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അനുഭവത്തിലും കൂടി ഞാൻ
പറയുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം എപ്പോഴും ചെയ്യുന്ന ഈ ചെവിയിൽ എന്തെങ്കിലും പ്രാണിയൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടേ ചെയ്ത് കാണുന്നതും പറഞ്ഞു കേൾക്കുന്നതും ഇളം ചൂടുവെള്ളം ഇങ്ങനെ കിടത്തി ഇളം ചൂടുവെള്ളം ചെവിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ശാസ്ത്രീയമാണോ? അതെ, ഇതിപ്പം ചെവിയിൽ പല ഫോറിൻ ബോഡീസ് പലതും ഉണ്ടാവാം. ലൈവ് ഒബ്ജക്ട്സ് ആവാം, ഈ പറഞ്ഞ പോലെ മറ്റുള്ള സാധനങ്ങളാവാം, ജീവനില്ലാത്ത വസ്തുക്കളാവാം. രണ്ടിനും വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ജീവനുള്ള വസ്തുവാണ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സൈസും ഇതും അതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പിടക്കും. അങ്ങനെ പലപ്പോഴും രാത്രി തന്നെ അവർ ഓടി പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ സാധാരണ ഇപ്പം നമ്മളൊരു ജീവനുള്ള ഒരു വസ്തു ചെവിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ജീവനോടെ നമ്മളതിനെ റിമൂവ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കില്ല. അതിനെ ആദ്യം എന്തെങ്കിലും ഡ്രോപ്സോ അല്ലെങ്കിൽ വെള്ളമോ ഇറ്റിച്ചിട്ട് അതിനെ കൊല്ലും. അപ്പോൾ അത് ചത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പെട്ടെന്നുള്ള പിടപ്പും അത് ചിലപ്പോൾ കടിക്കും. ഉറുമ്പാണെങ്കിൽ കടിക്കും, മറ്റുള്ളതാണെങ്കിൽ വണ്ടുകൾ പിടക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം ആകുമ്പം ചിലപ്പോൾ ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രോപ്സ് എന്തെങ്കിലും ചെവിയിൽ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ ഇട്ടിച്ചിട്ട് അതിനെ കൊല്ലുന്നതാണ് നല്ലത്. അപ്പോൾ എങ്ങനത്തെ വെള്ളം അയക്കും? ഇപ്പം നമ്മൾ ചെവിയിൽ തണുത്ത വെള്ളം ഒഴിച്ചു എന്ന് വെച്ചു, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു എന്ന് വെച്ചു, രണ്ടും മോശമാണ്. കാരണം വെച്ചാൽ അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തല കറക്കം വരും. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലുള്ള വെള്ളം മാത്രമേ നമ്മൾ ചെവിയിൽ ഒഴിക്കാൻ പാടുള്ളൂ. അതായത് ചൂടും പാടില്ല, തണുപ്പും പാടില്ല. അപ്പം അങ്ങനെ ഈ പ്രാണി പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ശുദ്ധമായിട്ടുള്ള ജലം ഈ കാര്യം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെവിയിൽ ഉപയോഗിക്കുന്ന ഏത് ഡ്രോപ്സ് ആയാലും നമുക്ക് ഒഴിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻപ് ചെവിക്ക് തകരാറുള്ളവരാണെങ്കിൽ, ഉദാഹരണത്തിന് പഴുപ്പ് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കറിയാം ചെവിയിൽ പാടക്ക് ദ്വാരമുണ്ട്, വെള്ളം കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ അത് വെള്ളം ഉള്ളിലേക്ക് കടന്ന് ഇൻഫെക്ഷൻ ആവും. പിന്നെ അതുകൂടാണ്ട് ചെറിയ പ്രാണികൾ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ദ്വാരം ഉണ്ടാകുമ്പോൾ അങ്ങ് ഉള്ളിലേക്ക് കടന്നു കളി, മിഡിൽ ഇയറിൽ കടന്നു കളി. അപ്പോൾ പിന്നെ കൂടുതൽ അപകടം. ഈ വെള്ളം നമ്മൾ ഇട്ടിച്ചു കഴിഞ്ഞാൽ അത് ചത്ത് പൊങ്ങി വരുമോ? അങ്ങനെ അത്രമാത്രമുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല അതിൽ. അതവിടെ ചത്ത് കിടക്കില്ലേ? അതെ. അപ്പോൾ ഒരു ഉറുമ്പാണെങ്കിൽ തന്നെ വെള്ളം ഒഴിച്ചാലും അത് ചത്ത് പൊന്തുമൊന്നുമില്ല. പിന്നെ പലപ്പോഴും അത് കടിച്ചു പിടിച്ചിട്ടുണ്ടാവും ഉറുമ്പ്. അപ്പൊ അതിനെ എടുത്ത് കളയാൻ തന്നെ അത് എന്തായാലും ഡോക്ടർക്ക്. ഉറുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ മാത്രമുള്ളത് ഉണ്ടാവില്ല, വളരെ ചെറിയ ഉറുമ്പുകളായിരിക്കും. അത് പിന്നെ തനിയെ പോവാവുന്നതേ ഉള്ളൂ. വണ്ടുകള് ചിലപ്പോൾ ചെറിയ കൂറ അല്ലെങ്കിൽ ചെവിയിൽ പോവാത്ത സാധനങ്ങളില്ല, ചിലപ്പോൾ ഈ പഴുതാര എന്ന് പറയുന്ന സാധനമില്ല, അതൊക്കെ ചെവിയിൽ പോയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. കാരണം രാത്രി കിടക്കുന്ന സമയത്ത് നിലത്തൊക്കെ കിടക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ അപകടം പറ്റാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒറ്റിച്ച് അല്ല, അതൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ അടുത്ത് വന്നാൽ തന്നെ നമ്മളെ ജീവനുള്ളതാണെങ്കിൽ അതിനെ മരുന്നിട്ടിച്ച് അതിനെ കൊന്നതിന് ശേഷം മാത്രമേ നമ്മളതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം രാത്രി കടന്നു കിട്ടിയാൽ രാവിലെ ഡോക്ടറെ അടുത്ത് പോകാനോ. അപ്പൊ ഈ ചെവിയുടെ ദ്വാരം ഡയറക്റ്റ് അല്ല എന്ന് പറഞ്ഞല്ലോ. ഒരു പ്രാണി ഉള്ളിലേക്ക് പോയാൽ അത് അങ്ങ് എത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റും? അല്ല, അധികം വളവൊന്നുമില്ല, അത് എസ് ഷേപ്പ് മാത്രമാണ്. നമുക്ക് ചെവി പിടിച്ച് നോക്കുമ്പോൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നേരിട്ട് അങ്ങനെ കാണാം. പക്ഷെ പ്രാണി പലപ്പോഴും ടിമ്പാനിക് മെംബ്രെയിൻ്റെ മേലെയാണ് പോയിട്ടാണ് ടച്ച് ചെയ്യുക. ഇപ്പൊ രാത്രി സന്ധ്യക്ക് ഒരു പ്രാണി പോയി, നമുക്ക് വരാനും പറ്റിയില്ല, വേദനയൊന്നും തോന്നുന്നില്ല എന്ന് വെച്ചോ, പ്രാണിയുണ്ട്, അത് ഇങ്ങനെ പടക്കുന്ന അസ്വസ്ഥതയൊന്നുമില്ല, അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ അത് ചത്തുപോകും. അല്ല, പലപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെവിക്കായം ചെപ്പി ഉണ്ടല്ലോ, പലപ്പോഴും അത് ഈ പ്രൊട്ടക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ചെറിയ പ്രാണികളൊക്കെ പോയാൽ അത് അതിനെ ട്രാപ്പ് ചെയ്ത് കളി. അപ്പൊ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു വാക്സിൻ, അത് പ്രൊട്ടക്ഷനാണ്. അതിനെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആയാലും പ്രാണികളായാലും അതിനെ പ്രിവെന്റ് ചെയ്യുന്ന അല്ല പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ നിലയിലാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ചെറിയ ഉപദ്രവിക്കാത്ത ചിലപ്പോൾ കൊതുകുകളെല്ലാം ബൈ ചാൻസ് ചെവിൻ്റെ ഉള്ളിൽ പോകും, ഇല്ലെങ്കിൽ ചെറിയ പ്രാണികൾ പോകും. അപ്പോൾ വന്നിട്ട് അവർ പറയും
ഇവിടെ എത്തുന്നവരെ അത് അനങ്ങുന്നുണ്ടായിരുന്നു, ഇപ്പം അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അത് പോയിട്ടുണ്ടോ. അല്ല, പോയത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ അത് ഉള്ളിൽ കിടക്കുന്നത്. അതുമാതിരി തന്നെ നമ്മളറിയാതെ അങ്ങനെ ഇഷ്ടം പോലെ പോകാറുണ്ട്. പക്ഷെ അവർക്കൊരു സംശയം തീർത്തു കൊടുക്കലാണ് നമ്മൾ. പിന്നെ അത് നോക്കി ഇതിൻ്റെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്ക് പറയുന്നത് പോലെ ഈ ചെവിയിലെ കേട്ട് ഈ ചെവിയിലെ വിടുകയെന്ന് പറയുന്ന പോലെ പ്രാണി പോകില്ലല്ലോ. പിന്നെ ചില ആൾ പറയും ഈ പലയാൾക്കുള്ള സംശയം ഇത് ഈ ചെവിയിലെ പോയിട്ട് അങ്ങനെ ഒരു രണ്ട് ചെവി തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അതായത് ചൊല്ലുള്ളോണ്ടോ തോന്നല്ലേ, ഒരു ചെവിയിലെ കേട്ട് മറു ചെവിയിലെ വിടുക. ഇതിന്റെ കൂടെ തന്നെ ചോദിക്കുന്നത് ഈ ചെറിയ കുട്ടികളെ ചെവിയിലൊക്കെ ഉടുപ്പിന്റെ ചെറിയ സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് പലപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ തിക്കിയെടുക്കാനൊക്കെ നോക്കുന്നതാണോ? അതെ, അതിന്റെ അങ്ങനെ വന്നിട്ടുണ്ടാവില്ല ആൾ. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി അവര് ചെവിയൊന്നും നമുക്ക് കടന്നു തരില്ല. അപ്പൊ അവര് പിടക്കും. പിന്നെ വല്ലതും നമ്മൾ ചെയ്ത് അവർക്ക് വേദനയായിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് നോക്കാനേ സമ്മതിക്കില്ല. ടോർച്ചടിച്ച് നോക്കാൻ വരെ സമ്മതിക്കില്ല. അവർ പേടിച്ചു പോയിട്ടുണ്ട് വേദന എടുത്തിട്ട്. അപ്പൊ പലപ്പോഴും അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളെല്ലാം നമ്മൾ സിറിഞ്ച് ചെയ്ത്, അതായത് വെള്ളം അടിച്ച് ക്ലീൻ ആക്കുമ്പോഴാണ് നമുക്കത് കിട്ടും. അത് പലപ്പോഴും ചെറിയ ഒബ്ജക്റ്റുകൾ ആണെങ്കിൽ, ടൈറ്റായിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കത് മാനുവലായിട്ട് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. ഇപ്പം അപൂർവം ചില കേസുകളിൽ അത്രയും ടൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്തിട്ട് എടുക്കേണ്ടി വരും. പിന്നീടുള്ളത് ഈ കായ്കൾ, എന്താണ്, ധാന്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് വലിയ സാധനങ്ങളെല്ലാം ആകുമ്പോൾ ഒരു ദിവസം 2 ദിവസം അവിടെ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അവിടെ നിന്ന് വെള്ളം കുടിച്ച് അത് വണ്ണം വെച്ച് വേദനയാകുമ്പോഴാണ് വരിക. അപ്പോഴത് ടൈറ്റായിട്ടുണ്ടാവും. പിന്നെ അത് ഇൻഫെക്ഷൻ ആവും. പിന്നീട് അതും റിമൂവ് ചെയ്യാൻ കുറച്ച് വേദനയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് പകുതിയാക്കിയിട്ടുണ്ടായിരുന്നു ഇയർ ബാലൻസിന്റെ. എന്താണ് ഈ ഇയർ ബാലൻസ്? ഇപ്പം പലർക്കും പറയുന്ന കേൾക്കാം. അതെ, നമ്മളെ ഒരാൾക്ക് നിൽക്കണമെങ്കിൽ അതിനൊരു ബാലൻസ് ശരിയാവണമെന്ന് നമ്മൾ പൊതുവെ പറയും. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ്. അപ്പോൾ ബാലൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മൾ ചെവിയിലെ ഈ ബാലൻസ് ക്രമീകരിക്കുന്നത്. ഇന്നർ ഇയർ, നേരത്തെ പറഞ്ഞു. ഇന്നർ ഇയറിൻ്റെ അകത്ത് സെമി സർക്കുലർ കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. 3 സെമി സർക്കുലർ കനാലുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഇയർ ബാലൻസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ അത് ഒരു പെരിഫറൽ ഓർഗാൻ എന്ന് പറയാം. അതായത് അവിടുന്ന് അതിൻ്റെ ഇമ്പൾസ് ബ്രെയിനിലെത്തിയിട്ടാണ് ഫൈനലായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രം, ഈ ചെവിയുടെ ഇതുകൊണ്ട് മാത്രം ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന് വല്ലതും ഇപ്പോൾ 2 ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ പൊസിഷൻ അനുസരിച്ചിട്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മളെ പൊസിഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മണങ്ങുന്നതും നീരുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം നമ്മൾ ഏത് പൊസിഷനിലാണ്. ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. അതിന് പ്രത്യേക 2 ഓർഗാൻസ് ഉണ്ട്. അതിൻ്റെ മൂവ്മെന്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മളെ പൊസിഷൻ മനസ്സിലാക്കുന്നത്. അത് പ്രോസസ്സ് ചെയ്യുന്നത് ബ്രെയിനിൽ വെച്ചിട്ടാണ്. പിന്നെ ഒരു പരിധി വരെ കണ്ണും നമുക്ക് വേണം നമ്മളെ ബാലൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ റിസപ്ഷൻ വന്നിട്ട് അതിൻ്റെ ഇമ്പൾസ് ബ്രെയിനിലെത്തി അവിടെ നിന്ന് അനലൈസ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ബ്രെയിൻ ആണ് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഏത് ഭാഗത്ത് ശക്തി കൊടുക്കണം, ഏത് ഭാഗത്ത് ശക്തി കുറവുണ്ട്. അപ്പോൾ മസിൽ ആണല്ലോ നമ്മളെ നിർത്താൻ സമ്മതിക്കുന്നത്. അപ്പോൾ നമ്മൾ തലകറക്കം ഉണ്ടാകുന്ന സമയത്ത് അത് ശരിക്കും നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് വീഴാൻ പോകുന്നു. അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ ശരിയില്ലെങ്കിൽ ബാലൻസ് പോവും. അല്ല, ഈ സെമി സർക്കുലർ കനാൽ അല്ലെങ്കിൽ നമ്മളെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ അവിടെ തകരാറുണ്ടെങ്കിലും ബാലൻസ് പോകും. ഇപ്പോൾ മദ്യപിച്ചിട്ടും ലഹരിക്കെല്ലാം അടിമപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇത് വരുന്നത് ബ്രെയിനിൻ്റെ ഫങ്ഷൻ ശരിയാവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ശരിയല്ലാതിരിക്കുമ്പോൾ നമ്മളെ മസിലിൻ്റെ ടോണൊക്കെ വ്യത്യാസം ഉണ്ടാവും. രണ്ടിൻ്റെയും ഈ ലക്ഷണം ഒന്ന് തന്നെയായിരിക്കും. ഇപ്പം അല്ല, ഇത് രണ്ടും ഒന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് മാത്രമല്ല, അതിന് നമ്മളൊരു ഇത് റിസീവ് ചെയ്യുന്നതും ഒന്ന് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതുമാണ്. പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളെ മസിലിനുള്ള ഇമ്പൾസ് കൊടുത്തിട്ടാണ് നമ്മളെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പൊസിഷൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനനുസരിച്ചിട്ട് നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സും ശരിയാക്കിയാൽ മാത്രമേ നമ്മളെ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബാലൻസ് പ്രശ്നമായിട്ട് വരുന്നവരോട് ഇപ്പം ഇങ്ങനെ ഡോക്ടർമാരിങ്ങനെ നോക്കാനൊക്കെ പറഞ്ഞ അത് എന്ത് ഇതിനു വേണ്ടിയാണ്? അല്ല, അത് നമ്മൾ പിന്നെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണിൻ്റെ അപ്പോൾ നമ്മൾ തലകറക്കമുള്ളവരായിട്ട് വരുന്നവരോട്
കണ്ണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സൈഡിൽ ഇങ്ങനെ മൂവ് ചെയ്യും ആ ഈ ബാലൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെവിയിൽ തണുത്ത വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ചെവിയിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കണ്ണ് പടപടെ ഇങ്ങനെ പിടക്കും. അപ്പോൾ അന്നേരം അതിൻ്റെ അർത്ഥം അവർക്ക് തലകറക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. തലകറക്കത്തിനോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരും, നോസിയ, ഛർദ്ദിക്കാൻ ബാലൻസിന്റെ ഉണ്ടെങ്കിൽ അത് വരും അല്ലേ? അത് വരും. അത് രണ്ടും ഒന്നായിട്ടാണ്. ഈ തല പിന്നെയുള്ളത് സിവിയർ സ്വെറ്റിങ്, ആ ഇതിനോടനുബന്ധിച്ചിട്ട് വരും. ഈ സ്വെറ്റിംഗ് ഒക്കെ നടക്കുന്നത് ഈ നമ്മളെ നെർവസ് സിസ്റ്റത്തിന്റെ ആക്ഷൻ കൊണ്ടാണ്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. അപ്പം ഇതെല്ലാം കൂടിയിട്ടാണ് അതിൻ്റെ. ഇപ്പോൾ ഒരു തലകറക്കമുള്ളവർ വരുമ്പോൾ തല കറങ്ങുന്നത് മാത്രമല്ല, ഛർദ്ദിക്കാൻ വരും, ഭയങ്കര സ്വെറ്റിങ് വരും, വീഴാൻ പോകും. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഈ തലകറക്കം ചിലർ തലകറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കറങ്ങുന്നതുമാതിരി തോന്നും, ചിലത് ചുറ്റുമുള്ളത് കറങ്ങുന്നതുമാതിരി തോന്നും. അതെ, അത് തലകറക്കം എന്ന് പറയുന്നത് ഇപ്പം വെറുതെ ഇപ്പോൾ ഒരു നമ്മളെ കണ്ണുമൂടുക എന്ന് പറയും. പ്രഷർ കുറഞ്ഞിട്ട് കണ്ണുമൂടുന്നതിനും ചില ആള് തലകറക്കം എന്ന് പറയും. അപ്പോൾ അത് പുറത്തുള്ളതൊക്കെ കറങ്ങുന്നെന്ന് പറയുന്നതാണ് ശരിയായ തലകറക്കം. ഈ ബാലൻസുമായി ബന്ധപ്പെട്ട് അതെ പുറമേ തലകറക്കം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ നമ്മളെ ബോധം നമുക്ക് ഉണ്ടാവും. ബോധം ഒരിക്കലും നഷ്ടപ്പെടില്ല. നേരെ മറിച്ച് കണ്ണു മൂടുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രഷർ കുറഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ഓർമ്മയുണ്ടായില്ല വീഴുന്നത്. അത് പ്രഷർ കുറഞ്ഞിട്ട് വീഴുന്നത്, അത് ബോധക്കേടാണ്. നേരെ മറിച്ച് തലകറക്കം നമ്മൾക്ക് അറിയാം ഇതൊക്കെ കറങ്ങുന്നത്, നമുക്ക് ബോധം ഉണ്ടെങ്കിലല്ലേ കറങ്ങുന്ന കാണും. അതെ, ബാലൻസ്. അപ്പോൾ നമ്മൾ വീഴാൻ പോകും, പിടിക്കും, ചിലപ്പോൾ വീഴും. അന്നേരം നമ്മൾ അറിയും സംഗതികൾ. പിന്നെ സിവിയറായിട്ട് സ്വെറ്റിങ്. അപ്പോൾ ഇതിനോട് കൂടിയിട്ട് ഇപ്പോൾ തലകറക്കം ഉണ്ടായി സ്വെറ്റിംഗ് ഉണ്ടാകുമ്പോൾ പല ആളും വിചാരിക്കും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിക്കും. സ്വെറ്റിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി. ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് പറയാം, ഇങ്ങനെ രാത്രി ഇങ്ങനെ പോയി, എന്നിട്ട് ECG എടുത്തു, MRI എടുത്തു, എല്ലാം എടുത്തിട്ടാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഈ സ്വെറ്റിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേർപ്പ്, അമിതമായ വേർപ്പ്. അമിതമാണോ? ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുക്കുന്നത് നെഞ്ഞ് വേദനയും വേർക്കും എന്ന് നമ്മൾ പറയല്ലോ. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും എല്ലാ വേർപ്പ് നമ്മളെ ശരീരം ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയും, അതിൻ്റെ ഫങ്ഷൻ കൊണ്ട് വരുന്നതാണ്. പെട്ടെന്ന് നമ്മളെ പാനിക് ആകുന്ന സമയത്ത് വേർക്കും. അതിന് പ്രധാനപ്പെട്ടത് ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ബാലൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പം ഈ സിസ്റ്റങ്ങളൊക്കെ ആക്ട് ചെയ്തിട്ടാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇത് പിന്നെ പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്നതാണ് ബാലൻസ്. ഇതിന് പ്രായം അങ്ങനെ കണക്കുണ്ടോ? ഇതിന് പല കാരണങ്ങളും ഉണ്ട് ഈ തലകറക്കത്തിന്. അത് ടെമ്പററി ആയിട്ടുള്ളതുണ്ട്, പെർമനൻ്റ് ആയിട്ടുള്ളതുണ്ട്, പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റാവുന്നുണ്ട്, റെസ്റ്റ് എടുത്താൽ പോകുന്നതുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ വെറുതെ നമ്മളൊന്ന് നല്ലവണ്ണം കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഒരു തലകറക്കം വരും, നമ്മൾ വീഴാൻ പോകും. അപ്പോൾ അത് നമുക്കത് അക്കോമഡേറ്റ് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, പെട്ടെന്ന് അക്കസ്റ്റം ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെയൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. പിന്നീട് നേരത്തെ പറഞ്ഞ ചെവി അടഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ചെവിക്ക് വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ ഒക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതല്ല താൽക്കാലികമാണ്. അതിനൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റും. ഇനി ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ചില കേസുകളിൽ വളരെ സിവിയർ ആയിട്ടുള്ളതുണ്ട്, മിനിയേഴ്സ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ട്രീറ്റ് ചെയ്ത് മാറി. അതിനോടനുബന്ധിച്ചിട്ട് കേൾവിക്കുറവ് വരും, അങ്ങനെ പല പ്രശ്നങ്ങളും. ഈ ബാലൻസ്, ഇയർ ബാലൻസ് ഭേദമാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാം നോക്കിയിട്ട്. അതെ ഒരു പല കാരണങ്ങളും ഉണ്ട്. വളരെ നമ്മൾ പറയുന്ന പോലെ ഒരു കാരണവും ഒരു ട്രീറ്റ്മെൻറ്റും അതിനില്ല. അതിൻ്റെ ഇതനുസരിച്ചിട്ട് അസസ് ചെയ്തിട്ട് വേണം. തൽക്കാലം ഉള്ള ഒരു സമാധാനത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എവിടെ നിന്നും കൊടുക്കാൻ പറ്റും. ഈ ചെവി നമ്മൾ മൂക്കും ഇതിനൊക്കെ സംരക്ഷിക്കാൻ മാസ്കൊക്കെ പൊടിയെല്ലാം ഇടുന്നുണ്ടല്ലോ. അതെ. ഈ ചെവിയിൽ അങ്ങനെ പൊടി ഈ മൂക്കിലൊക്കെ കയറുന്ന പോലെ കയറി കഴിഞ്ഞാൽ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ചെവിക്കായം അല്ലെങ്കിൽ വാക്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഇതും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. പൊടിപടലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അല്ലാണ്ട് അതിനായിട്ട് വേറെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഇത് വരുന്നത് സൗണ്ടിൻ്റെതാണ്. സൗണ്ട് കൺട്രോൾ ചെയ്യണം ഒരു പരിധിവരെ. ഇപ്പം ഇപ്പോൾ ഉള്ള ജനറേഷനൊക്കെ കാണാം, 24 മണിക്കൂറും ചെവിയിൽ ഇയർ പ്ലഗും വെച്ച് പാട്ടും കേട്ടോണ്ടാണ്. അത് ചിലപ്പോൾ ഭയങ്കര സൗണ്ടിൽ വെക്കും,
അത് വെച്ചിട്ട് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാലും ഇത് സൗണ്ടിങ്ങനെ ആവും. പിന്നെ അത് ക്രമേണ കേൾവിക്കുറവിലേക്കൊക്കെ നയിക്കും. അല്ല, ഈ ശബ്ദം കുറഞ്ഞതായാലും നമ്മൾ ഈ കേൾക്കുന്ന സമയം കൂടുതലാണെങ്കിൽ അത് വിഷമം തന്നെയാണ്. ചെറിയ സൗണ്ട് കുഴപ്പമില്ല. അല്ല, അത് എത്ര സമയമായാലും വലിയ അത് കുഴപ്പമില്ല. അതിൻ്റെ ഇന്റൻസിറ്റി കൂടിയിട്ട് അതാണ് പ്രധാനം. നമ്മൾ ഈ പുറമേ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അടിക്കുമ്പോൾ ഒക്കെ കർണപുടം പൊട്ടുന്ന പറയും. ഈ പണ്ട് മുതലേ കുട്ടികളെ ശിക്ഷിക്കുന്നതൊക്കെ ചെവി പിടിച്ചിട്ടാണല്ലോ. ഇപ്പോൾ അത് കുറവാണ്. ഇന്നും പലരും ചെവിയൊക്കെ പിടിക്കുക. നമ്മൾ ഈ ഭാഗം അങ്ങനെ നമ്മൾ ഇതേപോലെ അങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ട്? ഇപ്പം ഈ ഷേപ്പും ഒക്കെ ഇതിന് ആവശ്യമായിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ ശക്തമായിട്ട് ചെവി പിടിച്ച് തിരിക്കുന്നു. ഇപ്പം കുട്ടികളൊക്കെ തിരിക്കുമല്ലോ. അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ടോ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെവി പിടിക്കലൊക്കെ സാധാരണ. അപ്പോൾ ചെവി പിടിക്കൽ കിട്ടാത്ത ആൾക്കാരോ ചെവി പിടിക്കാത്ത മാഷന്മാരോ അന്ന് കുറവായിരിക്കും. എന്നുവെച്ചാൽ ഒന്ന് വേദനിപ്പിക്കുക, ഒരു ചെറിയ ഇത് കൊടുക്കുക, ചെറിയൊരു വാത്സല്യം കൂടി ഉണ്ട്. അതെ, ഉണ്ട്. ചെവി പിടിക്കുക, ചെവി പിടിച്ച് പുറത്താക്കണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ അതിന് ഇഞ്ചുറി ഉണ്ടാവും ശക്തമായിട്ട്. ഒരു മാഷ് എനിക്കറിയാം, താക്കോല് കയ്യിൽ പിടിച്ച് താക്കോൽ അടക്കം പിടിച്ചിട്ട് ചെവി പിടിക്കുന്ന ഒരു മാഷ് എനിക്ക് ഓർമ്മിക്കുന്നു. അപ്പോൾ അതുമാതിരി തന്നെ ഈ ചെവിയുടെ ഈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാർട്ടിലേജ് ആണ്, തരുണാസ്ഥി എന്ന് പറയും. അതിന് അത്രയേ ബലമുള്ളൂ. അതിന് വല്ല ഇഞ്ചുറിയും വന്നിട്ടുണ്ടെങ്കിൽ അതിന് താങ്ങാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഇപ്പം വീണപ്പോൾ ഇഞ്ചുറി വന്ന് അടി വന്നു, അല്ലെങ്കിൽ ബോക്സേഴ്സിനൊക്കെ പലപ്പോഴും പറ്റും ചെവി ഇടിച്ച്. അപ്പോൾ രക്തം കട്ട കെട്ടും അതിൻ്റെ ഉള്ളിൽ. രക്തം കട്ട കെട്ടി കഴിഞ്ഞാൽ അത് പിന്നീട് അതിൻ്റെ ചെവിയുടെ ഷേപ്പേ മാറിപ്പോവും. അതിൻ്റെ കൂടെ സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെവിയുടെ ഷേപ്പ് മാറിപ്പോവും. നമ്മൾ സാധാരണ പറയാം ഈ ചെവിയുടെ ഷേപ്പ് മാറിയിട്ട് കോളിഫ്ലവർ ടൈപ്പ് ആയി പോകുന്ന പറയാം. കാരണം അതിൻ്റെ ഈ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നതിന് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പിന്നീട് അതിന് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെവിയുടെ ഷേപ്പേ മാറിപ്പോകുന്നത്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ പറയുന്നത് നമ്മൾ സാധാരണ ചെവി കാത് കുത്തുമല്ലോ. അപ്പോൾ കാത് കുത്തുന്നതിന് സാധാരണയായിട്ട് താഴത്തെ ഭാഗം അവിടെ ഈ കാർട്ടിലേജ് ഇല്ല, ഇയർ ലോബ് എന്ന് പറയും. അത് സോഫ്റ്റ് ആയിട്ടുള്ളത്. അവിടെ സേഫായിട്ട് നമുക്ക് കാത് കുത്താം. അവിടെയാണ് കാത് കുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തും. അപ്പോൾ അത് ഇവർ കുത്തുന്നത് പലപ്പോഴും ഈ കാർട്ടിലേജിനെ ഇഞ്ചുറി ആക്കിയിട്ടാണ് കുത്തുന്നത്. അത് ഡേഞ്ചറാണ്. പലപ്പോഴും ഈ ആദ്യം കുത്തിയതിന് കുഴപ്പമുണ്ടാവില്ല, സാധാരണ കാത് കുത്തിയതിന്. രണ്ടാമതും മൂന്നാമതും ഒക്കെ കുത്തിയതിന് ആപ്സിസ് ആയിട്ട് പലപ്പോഴും ആൾക്കാർ വരാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കാത് കുത്തി കൊടുത്തിട്ടുണ്ട്. മറ്റേത് സെക്കൻഡും തേർഡും ഒന്നും ഞാൻ പറയും ഞാൻ കുത്തൂല എന്ന് പറയും, ഞാൻ വിടലാണ്. കാത് കുത്തുമ്പോൾ ഇനി ഇവിടെ ആയാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും? ഇവിടെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇൻഫെക്ഷൻ വരുന്നത് മാത്രം ശ്രദ്ധിച്ചു. അതല്ല, കുട്ടികൾ വളരെ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ ആ കുത്തുന്ന ഉപകരണം അതെ, അത് നമ്മൾ സാധാരണ സ്റ്റെറൈലാണെന്ന്. അല്ല, ഇപ്പം ഡോക്ടർമാരല്ലാതെയും കാത് കുത്തുന്നുണ്ടല്ലോ. ഉണ്ട്. പലപ്പോഴും അതുമാതിരി തന്നെ അതിന്റെ ഇൻഫെക്ഷൻ റേറ്റ് കൂടുന്നുണ്ട്. സാധാരണ അത് സ്റ്റെറൈലായിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. പക്ഷേ സ്റ്റെറൈലായിട്ട് കുത്തിയാൽ തന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തൊട്ട കഴിയുകൊണ്ട് അത് തൊട്ട് കഴിഞ്ഞിട്ടാണ് ഇൻഫെക്ഷൻ വരുന്നത്. അത് ശരി. ചെയ്താൽ മാത്രം പോരല്ലോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് അതും ഇതും തൊട്ട കൈകൊണ്ട് അത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷൻ വരുന്നതിന് വളരെ എളുപ്പമല്ലേ. ഈ കാത് കുത്തി കുറേ കാലം ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അത് വീണ്ടും പഴയതുപോലെ തന്നെ അതെ. സാധാരണ ഒരു ദ്വാരം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അടയില്ല. അതേസമയത്ത് ടൈറ്റായിട്ടുള്ള ഒരു ഇത് കുത്തി ഉടനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് തനിയെ അടയും. കുറെ കാലം കഴിഞ്ഞാൽ അത് ഒരു ദ്വാരമായി കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അടയാൻ സാധ്യത കുറവാണ്. ഈ ചെവി പലരുടെയും ചെവി ഒരു പ്രത്യേക ആകൃതി വ്യത്യാസം. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചെവി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെങ്കിലും ചിലത് വലിയ ചെവി, അങ്ങനെ ആ രീതിയിലൊക്കെ വരുന്നത് എന്ത് ഇതുകൊണ്ടായിരിക്കാം? അല്ല, അത് പിന്നെ ജന്മനാ കിട്ടുന്ന ഒരു ഇതാണ് ചെവിയുടെ ഷേപ്പൊക്കെ. അത് പലപ്പോഴും പാരമ്പര്യമായിട്ടും അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. നോർമൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ പൂർവികന്മാരെ ഇതാണ് നമുക്ക് കിട്ടുന്നത്. വലിയ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ പ്രത്യേക ചെവി ഷേപ്പ് ഉള്ളവർ ഉണ്ടാവാറുണ്ട്. പിന്നെ അപൂർവമായിട്ട് ജനറ്റിക്കൽ ഡിസീസോടുകൂടി ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക ടൈപ്പിലുള്ള
ചെവിയുടെ അത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അവരുടെ മുഖത്തിൻ്റെ ഷേപ്പേ മാറും, ചെവിയുടെ ഷേപ്പും ഒക്കെ പ്രത്യേകിച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ളതല്ലാണ്ട് നോർമലായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ട് അങ്ങനെയല്ല, ചിലപ്പോൾ ഇതിനോടിങ്ങനെ ചേർന്നിരിക്കും, അല്ലെങ്കിൽ കുറച്ച് അകന്നിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ മൂക്കിൽ രോമങ്ങളുണ്ടല്ലോ, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്, അതുപോലെ ചെവിയിലും രോമങ്ങൾ, അതെന്തിനാണ്? അതെ, അത് ഞാൻ നേരത്തെ പറയുമ്പം വിട്ടുപോയതാണ്. അതായത് ചെവിക്കായം അതിൻ്റെ ഉള്ളിൽ റിറ്റെയിൻ ചെയ്യാനുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്ന് വരുന്നതാണ് ഈ ഹെയർ. അത് പാരമ്പര്യമായിട്ട് വരുന്നതാണത്. ചെവിയുടെ മേലെ ഈ ഹെയർ വരിക ചിലർക്ക് ഇങ്ങനെ. അതെ, അത് മെയിൽസിന് മാത്രമാണ് കാണുക, ലേഡീസിന് ഉണ്ടാവില്ല. അത് പാരമ്പര്യമായിട്ട് കിട്ടുകയാണ്. നമുക്ക് നമ്മളെ അച്ഛനും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യമായിട്ട് അത് വരും, ആൺമക്കൾക്ക് മാത്രം. അപ്പോൾ അതുമാതിരി തന്നെ ചെവിയുടെ ഉള്ളിൽ ഈ ഹെയർ ഉണ്ടാവുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിങ്ങനെ അതിന് ഒരു തടസ്സമാവും. പിന്നെ അതുകൂടാതെ കണ്ട് എല്ലാവരുടെയും ഈ ഇയർ കനാല് ഒരേ വലിപ്പമായിരിക്കില്ല. ചിലത് കുടുങ്ങിയതായിരിക്കും, ചിലത് നല്ല വൈഡായിരിക്കും, ചിലതിന് കുറച്ച് മുഴ മാതിരിയൊക്കെ ഉണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് ഈ ചെവിക്കായ അതിൻ്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കേൾവി, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവുക? എത്ര വയസ്സിൽ? സാധാരണ നമ്മൾ പിന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ സൗണ്ട് കേൾക്കുമെന്നാണ് പറയുക. കാരണം വെച്ചാൽ ഇയർ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അസസ് ചെയ്യുന്നത് ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അസസ് ചെയ്യാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ശബ്ദം മാത്രമല്ല ഇവർ കേൾക്കുള്ളൂ അല്ലേ? ശബ്ദം വെച്ചാൽ നമ്മൾ പറയുന്നത് അങ്ങനെ വ്യക്തമായിട്ട് നമ്മളിപ്പോൾ ഒരു കാ എന്ന് പറഞ്ഞാൽ കാ അങ്ങനെ കേൾക്കില്ലല്ലോ അവർ. അല്ല, അത് ആരും അങ്ങനെ തന്നെ. ഇപ്പം ജനിച്ച കുട്ടികളൊക്കെ തന്നെ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. അവർക്ക് കായോ ചായോ ഏത് പ്രായം കഴിയേണ്ടി വരും? അല്ല, അത് പിന്നെ സൗണ്ടിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കിയിട്ട് അങ്ങനെ മാത്രമേ അത് വരുന്നുള്ളൂ. അവർ സൗണ്ട് കേൾക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞയോട് അനുബന്ധിച്ചിട്ട് പറയാണ്, ചെവിയുടെ പ്രാധാന്യം പറയുന്ന കൂട്ടത്തിൽ ചെവി കേട്ടില്ലെങ്കിൽ നമ്മളെ സംസാരമില്ല. കേട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെവിയുടെ പ്രാധാന്യം ഒന്നും കൂടി അവിടെ കൂടുകയാണ്. കാരണം നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, കേട്ടിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ചിലപ്പോൾ കുട്ടികൾ സംസാരിക്കാൻ ഡിലേ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം അസസ് ചെയ്യുക, കുട്ടിക്ക് കേൾക്കുന്നുണ്ടോ, കേൾവി നോർമലാണോ എന്നുള്ളതാണ്. കേൾവി നോർമലാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പേടിക്കാനില്ല. കാരണം കുട്ടി എപ്പോഴായാലും സംസാരിച്ചോളൂ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, കുട്ടി കേൾക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഈ കുട്ടി കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് കഴിയുമല്ലോ. ഈ കേൾവി തകരാറുണ്ടോ എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കാൻ എങ്ങനെയാ പറ്റുക? അപ്പോൾ അതാണ് കേൾവി ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണം. അത് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യാൻ? അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ ടെസ്റ്റ് ചെയ്യും. ജനിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ? അതെ, അതിന്റെ റിഫ്ലക്സ് നോക്കിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് റിഫ്ലക്സ് നോക്കിയിട്ട് അതിനെ അത് സാധാരണ ചെയ്യുമല്ലോ, നമ്മുടെ ആവശ്യം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ കേൾവി പരിശോധിക്കും. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഇന്ന ദിവസം വരണം എന്ന് പറഞ്ഞ് അത് പിന്നെയും ടെസ്റ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത് നിർബന്ധമാണ്. നേരത്തെ അറിയണം അല്ലേ? കേൾവി ടെസ്റ്റ് ചെയ്യും. കാരണം കേൾവി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് അന്നേരം തന്നെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ കേൾവി തകരാറുണ്ടെങ്കിൽ അതിനെ കുട്ടികളിൽ ഈ മനുഷ്യർ പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്രായമായവരിപ്പം കേൾവി കുറവാണെന്ന് പറയല്ലോ, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. ഈ പ്രായം അല്ല, ചില പ്രായമായവർക്ക് കേൾവിക്ക് 90 വയസ്സായാലും കൃത്യമായി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കുമോ ശരിക്കും? അത് ഏത് നമ്മളെ ഈ ഇന്ദ്രിയങ്ങളായാലും പിന്നെ കേൾവി ബാധിക്കുന്ന അല്ല അതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവും. ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ ഏത് ഇതും മന്ദഗതിയിലാവും. പക്ഷെ അതിൻ്റെ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 90 വയസ്സായ ആൾ കണ്ണട വെക്കാണ്ട് വായിക്കുന്നത് എക്സെപ്ഷൻസ് മാത്രമാണ്. സാധാരണ ഒരു 65. അതെ. ഇപ്പൊ കണ്ണട വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, ഞാൻ കണ്ണിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. കണ്ണട വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരിക്കൽ കണ്ണട മാറ്റിയിട്ട് കണ്ണട ഇല്ലാണ്ട് സുഖമായിട്ട് വായിക്കും. ചിലത് കണ്ണിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് മാറി അതിന്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അങ്ങനെ ആവും. കേൾവിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം
പലപ്പോഴും നോർമലായിട്ട് കാണുന്നത് ഏജ് അനുസരിച്ചിട്ട് കുറയുന്നത് തന്നെയാണ്. കുറയുന്നു. പക്ഷെ അതിൻ്റെ തോത് പലതിലും വ്യത്യാസമായിരിക്കും. എല്ലാവരും ഒരേമാതിരി കുറയില്ല. ചില ആൾക്ക് പ്രായമായാലും ശരിക്കും കേൾക്കും, അതായത് ഓർമ്മശക്തി ആയാലും. ഈ കേൾവി ഇല്ലാത്തവര്, കുറഞ്ഞവര് ഹിയറിംഗ് എയ്ഡ് വെക്കുന്നുണ്ടല്ലോ, വെക്കുന്നത് അത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? അത് വെച്ചത് കൊണ്ട് കൃത്യമായ സാധാരണ രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റുമോ? അത് സാധാരണ രീതിയിൽ നമ്മളെ ഞാൻ പറഞ്ഞു ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഫങ്ഷൻ കുറയും, അപ്പോൾ കേൾവി കുറയുമെന്ന്. അത് നാച്ചുറലാണ്. അതൊരു 65 വയസ്സ് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് കേൾവി കുറഞ്ഞു വരും. അപ്പോൾ കേൾവി കുറഞ്ഞ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാം, പക്ഷെ ക്ലിയർ ആവില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ വരും. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ആൾ കൂടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് 2 ആൾ തമ്മിൽ പറയുന്നത് 3ാമത് ഒരാൾക്ക് കേട്ടില്ലെങ്കിൽ മാനസികമായിട്ട് അവിടെ താളം പോകും. എന്നുവെച്ചാൽ എന്നെ പറ്റിയാണോ പറയുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ള പലപ്പോഴും പ്രായമായിട്ടുള്ള കേൾവി കുറവായിട്ടുള്ളവർ വരുമ്പം അവരുടെ വിഷമം അതാണ്. അപ്പോൾ മാനസികമായിട്ട് അവരെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം ഈ പ്രായമായിട്ട് അല്ലാതെ തന്നെ ചിലപ്പോൾ കേൾവി കുറഞ്ഞിട്ടുള്ളവർ വേറെയുണ്ട്, അസുഖം ബാധിച്ചിട്ട്. എന്തെന്നായാലും ചെവിക്ക് കേൾവി കുറഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ടിനെ നമ്മൾ കൂട്ടിയിട്ട് ഉള്ള മെഷീൻ ചെയ്യുന്നത് അതാണ്. സൗണ്ടിനെ നമ്മൾ എന്താണോ സൗണ്ട് കിട്ടുന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ചെവിയിലേക്ക് വിടുക. അപ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. അത് മരുന്നില് ശരിയാവാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ അത് ചെയ്യുന്നത്. അല്ല, മരുന്നിനെ ഈ പ്രായമായിട്ട് കേൾവി കുറയുന്നതിന് മരുന്നിനെ കൊണ്ട് വലിയ പ്രയോജനം ഇല്ല. നേരെ മറിച്ച് വാക്സിൻ ഉണ്ടെങ്കിൽ അത് നീക്കുക, വേറെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഇപ്പം പാടൊക്കെ ദ്വാരം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല. അത് ടെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഈ കേൾവിക്കുറവ് ഇപ്പം സാധാരണഗതിയിൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കണ്ടക്റ്റീവ് ഡെഫിനസ്, ഒന്ന് സെൻസറി ന്യൂറൽ ഡെഫിനസ്, 3ാമത്തേത് മിക്സഡ്. അത് സാധാരണ കണ്ടക്റ്റീവ് ഡെഫിനസ് എന്ന് പറയുമ്പോൾ നമ്മളെ ചെവിയിലെ സൗണ്ട് ഇതിലേക്കൂടി പോയി ടിമ്പാനിക് മെമ്പറൈനെ തട്ടി മിഡിൽ ഇയറിലേക്ക് പോയി അത് ഇന്നർ ഇയറിൽ എത്തണം. അതാണ് ആ കണ്ടക്ഷൻ. അതിലെന്തെങ്കിലും ഹിൻഡ്രൻസ് അല്ലെങ്കിൽ തടസ്സം വന്നാലാണ് കണ്ടക്റ്റീവ് ഇയർ ഡെഫിനസ് എന്ന് പറയുക. ഉദാഹരണമായിട്ട് ചെവിയിലുണ്ടാകുന്ന ചെവിക്കായം, പിന്നെ ഇൻഫെക്ഷൻസ്, പാട പൊട്ടിപ്പോവുക, എല്ലുകൾ നശിച്ചു പോവുക, ഇന്നർ ഇയറിൽ തകരാറ് വരിക, ഇതൊക്കെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. അത് പ്രധാനമായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. സെൻസറി ന്യൂറൽ എന്ന് പറഞ്ഞാൽ ഈ നെർവ് കണ്ടക്ഷൻ ഉള്ളിലെത്തിയാൽ പോരാ, അത് ബ്രെയിനിലെത്തണം. അവിടെ തകരാറ് വരുമ്പോഴാണ് സെൻസറി ന്യൂറൽ വരുന്നത്. പ്രായമായവരിൽ വരുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. പിന്നെ മിക്സഡ്, ഇത് രണ്ടും കൂടിയിട്ടുള്ളതും വരാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മെഷീൻ വെച്ചിട്ട് അതിനെ സൗണ്ട് കൂട്ടിയിട്ട് അത് അപ്പോൾ അതിന് കണ്ടക്ഷൻ കുറച്ച് അതിനനുസരിച്ചിട്ട് കൂടുമല്ലോ, അത് ഉള്ളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പലപ്പോഴും ചിലപ്പോൾ 2 ഭാഗത്തും വെക്കേണ്ടി വരും, ഒരു ഭാഗത്ത് മാത്രം വെക്കുന്നവരുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ് ആർക്ക് പുറമേ നിന്ന് കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള ഉണ്ട്. പുതിയ ഡിജിറ്റൽ ആയിട്ടുള്ള ഇതുണ്ട്. ചെവിയുടെ ഇന്തി കനാൽ ചെവിയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്കത് എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അത് സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാളോട് സംസാരിക്കുന്നത് ഇയാൾക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട് മനസ്സിലാവും. അപ്പോൾ അവരാർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇതും കൂടിയുണ്ട്. അപ്പോൾ ഈ മെഷീൻ എന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് ഈ ശബ്ദത്തെ കൂട്ടി, അതെ, നമ്മൾക്ക് എന്താണോ നമ്മൾ ഉള്ളിൽ കേൾക്കുന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ആംപ്ലിഫയറിന്റെ ഇതാണ് ചെയ്യുന്നത്. വേറെ അതിന് ഫങ്ഷൻ ഒന്നുമില്ല. ഈ തരുണത്തിൽ ഞാൻ ഇതിനോട് കൂടിയിട്ട് അനുബന്ധിച്ചിട്ട് ഒന്നും കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സാധാരണയായിട്ട് ചെവിയുടെ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം ചെവിയെ സംബന്ധിച്ചാണെന്നുള്ളത് കൊണ്ടാണ് വരുന്നത്. പലപ്പോഴും പെട്ടെന്ന് ചെവി വേദനയായിട്ട് കുട്ടികളൊക്കെ രാത്രി വരും. അപ്പോൾ അത് ചെവി വേദന പെട്ടെന്ന് വരുന്നതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളിൽ ഈ ഡെവലപ്മെൻറ്റ് ഇത് കഴിഞ്ഞ ഉടനെ ചെവിയെ മിഡിൽ ഇയറും ത്രോട്ടുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഈ ചെവിൻ്റെ ഉള്ളിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കർണപടത്തനും
ഉള്ളിലും പുറത്തുള്ള പ്രഷറും ഉള്ളിലുള്ള പ്രഷറും ശരിയാവണം. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഉമിനീരൊക്കെ ഇറക്കുമ്പോൾ ചിലപ്പോൾ ഈ അടക്കവും തുറക്കും ഒക്കെ. കറക്റ്റ് അതിൻ്റെ ആ പ്രഷർ അങ്ങോട്ടേക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ജനിച്ച ഉടനെ കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും എന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടും പിന്നെ കുറച്ച് വൈഡും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പാല് കൊടുക്കുമ്പോൾ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ഇറക്കുന്ന സമയത്ത് ഇതിൻ്റെ അംശം ചിലപ്പോൾ ചെവിയിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും സംഭവിക്കാതെ കുത്തനെ പിടിക്കാണ്ട് കിടന്നിട്ട് കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ഡേഞ്ചർ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പാല് ഉള്ളിൽ കടന്നിട്ട് അത് അവിടെ കിടന്നിട്ട് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെവി വേദന വന്നിട്ടാണ് പെട്ടെന്ന് കുട്ടികളെ ചെവി വേദന എന്ന് പറഞ്ഞിട്ട് ഓടി വരിക. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിലപ്പോൾ പൊട്ടി ഒലിക്കുകയും ചെയ്യും കൂടുതലായി കഴിഞ്ഞാൽ. ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെ കിടന്നിട്ട് പാല് കൊടുക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാരും കിടന്നിട്ട് കൊടുക്കാറുണ്ട്. അത് ഡേഞ്ചറാണ്, അത് പാടില്ല. ഇങ്ങനെ സംഭവിക്കും. ഈ മുൻപേ നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ കേൾക്കുന്നതാണ്, ഇപ്പോൾ കുറവാണ്. അതായത് ചെവിന്ന് ഒലിക്കുക എന്ന് പറയുന്നത്, അത് എന്താണ് സംഭവം? അത് പലപ്പോഴും നമ്മളെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തിരിക്കുന്ന കുട്ടികളിലൊക്കെ ചെവി ഒലിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒരു അരോചകമായിട്ടുള്ള ഒരു സംഗതിയാണ്. ചിലപ്പോൾ സ്മെല്ലും ഉണ്ടാവും. പണ്ട് കാലത്തൊക്കെ ഈ ഇതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് ഈ ചെവിയിലുള്ള പഴുപ്പ് വരുന്നത് തടയാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം വരെ ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തേക്ക് പോകേണ്ടതാണ്. ഇപ്പോഴും അപൂർവമായിട്ട് ചില ആൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവരുണ്ട്. അപ്പോൾ അക്കാലത്തൊക്കെ അന്ന് ആൻറ്റിബയോട്ടിക്സും ഒക്കെ അത്ര പ്രചാരണത്തിലൊന്നും ഇല്ല. അങ്ങനെയുള്ള സമയത്ത് മുമ്പ് ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് മാതിരി ഇപ്പോൾ വളരെ വളരെ കുറവാണ് അന്നേരം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇയർ ഇൻഫെക്ഷൻ, ത്രോട്ടിൽ നിന്ന് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വന്ന് അത് മിഡിൽ ഇയറിൽ വെച്ചിട്ട് പഴുപ്പായി പാട പൊട്ടിയിട്ട് അത് പുറത്തേക്ക് ഒലിക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരിക്കൽ ഈ മുലപ്പാൽ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അന്നേരം ഡെവലപ്പ് ചെയ്ത ചെവിക്ക് പാട തകരാറുണ്ടെങ്കിൽ അത് പിന്നീട് അത് ഇതേമാതിരിയുള്ള ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഒരു സംഭവം മാറാൻ സാധ്യതയുണ്ട്. ചെറുപ്പത്തിൽ വന്നാൽ അത് പിന്നെ വലുതാകുമ്പോൾ സമയത്ത് പിന്നെ കുഴപ്പമുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും അത് പഴുപ്പ് ആവാനും പിന്നെ കേൾവി കുറവ് വരും. പിന്നെ അത് ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ ചെവിയുടെ തന്നെ അതിനെ എല്ലിനെയൊക്കെ ബാധിക്കും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സൂക്കേടാണ് ഈ ചെവി പഴുപ്പ്. അങ്ങനെയാണ് അത് മുൻപേ ഇത് ഒലിച്ചു വരുന്നത്. അതായത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് മൂക്കിലേക്ക് കൂടി വരുന്നതിന് പകരം അത് തൊണ്ടയിലേക്ക് പോയി ചെവിയിലേക്ക് കൂടി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ENT ഡോക്ടർ ഒരുപാട് ചെവികൾ കണ്ട ഒരു ഡോക്ടർ. ENT എന്ന് പറയുമ്പോൾ ഇയറും നോസും ത്രോട്ടും അല്ലേ? നമ്മളിപ്പോൾ വിഷയം ചെവി മാത്രമായതുകൊണ്ട് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ചെവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. അലസമായിട്ട് വല്ലതും കൊണ്ട് ചെവിയിൽ കുത്തുകയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കാണത്തക്ക വിധത്തിൽ നമ്മൾ ചെവിയിൽ അത് വിട്ട് തിരിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം. കാരണം നമ്മളെ കണ്ട് വളരുന്ന ഒരു തലമുറയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മളെ ചെവിയെ കാത്തു സൂക്ഷിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം ആസ്വദിക്കാനും പ്രകൃതി ആസ്വദിക്കാനും നമുക്ക് പറ്റുകയുള്ളൂ. കണ്ണുണ്ടായാൽ പോരാ, കാണണമെന്ന് പറഞ്ഞ മാതിരി ചെവി ഉണ്ടായാൽ പോരാ, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും അത് മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും പഠിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഇത്രയും നേരം ചെവിയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ആരോഗ്യ വകുപ്പിൽ നിന്ന് ENT കൺസൾട്ടൻ്റായി റിട്ടയർ ചെയ്ത ഡോക്ടർ KC ഉദയഭാനുവാണ്. ഡോക്ടർ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ഡയറക്റ്റ് ഹോളില്ല, അങ്ങനെ ഇതിലേ വന്ന ഒരു സാധനം ഇതിലൂടെ പോകില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുക എന്നത്. ഈ പറഞ്ഞ കാര്യം അങ്ങനെ നിങ്ങൾ വിടരുത്. 2 ചെവിയിലും കൃത്യമായി സൂക്ഷിക്കണം. കാരണം നമ്മുടെ തലയുടെ വശത്താണ് എന്നതുകൊണ്ട് ചെവിയെ അത്ര പ്രാധാന്യമില്ലാത്ത രീതിയിൽ കാണരുത്.
ഇന്നത്തെ നാടകം ഇവിടെ സമാപിക്കുകയാണ്. പുതിയ വിഷയവുമായി വീണ്ടും കാണാം.